അവൻ അവൾക്ക് താഴെ മുട്ടുകുത്തിയിരുന്നു. അവൻ ചെയ്യുന്നത് എന്താണെന്ന് നോക്കി. അവളുടെ ഇടുപ്പിലൂടെ തണുപ്പ് അനുഭവപ്പെട്ടതും അവൾ ഞെട്ടി കുതിരാൻ തുടങ്ങി. അടങ്ങി നിൽക്കടി. അതും പറഞ്ഞ് അവളുടെ ഇടുപ്പിൽ പിടിച്ച് നേരെ നിർത്തി. അവൻ്റെ ശ്വാസം ഇടുപ്പിൽ തട്ടിയതും ദേവ് കണ്ണുകളടച്ച് അവൻ്റെ തോളിൽ കൈയമർത്തി. കുറച്ച് നേരം കഴിഞ്ഞതും ജോ എഴുന്നേറ്റു. അപ്പോഴും ദേവ് കണ്ണുകളടച്ച് നിൽക്കുകയാണ്. ജോ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവളുടെ കണ്ണിലേക്ക് ഊതി. ദേവ് കണ്ണുകൾ വലിച്ചു തുറന്നു. ജോ അവളെ കണ്ണാടിക്ക് മുന്നിലേക്ക് നിർത്തി. അവൻ അവളുടെ പിറകിൽ നിന്നും അവളുടെ ഇടുപ്പിൽ കൈവച്ചു. ഇതിവിടെ ഇങ്ങനെ ചുവപ്പണിഞ്ഞ് കിടക്കുന്നത് കാണാൻ കുറെ കാലമായി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇച്ചായൻ്റെ വക കൊച്ചിന് ഇതിരിക്കട്ടെ, ജോ അവളുടെ ചെവിയിൽ പറഞ്ഞു. ദേവ് കണ്ണാടിയിലേക്ക് നോക്കി. അവളുടെ ഇടുപ്പിൽ സ്വർണത്തിൻ്റെ നേർത്ത മുത്തുകളുള്ള ഒരരഞ്ഞാണ്. അത് ഇടുപ്പിൽ കിടക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. പിന്നെ പുറത്തേക്ക് വരുമ്പോൾ ഈ കാണുന്ന കുഞ്ഞു വയർ മറച്ചേക്കണം. ഇത് എനിക്ക് കാണാനുള്ളതാണ്, അല്ലാതെ നാട്ടുകാർക്ക് കാണാനുള്ളതല്ല എന്ന് പറഞ്ഞ് ഇടുപ്പിൽ അവൻ പിച്ചി. ആ ദേവ് അവനെ കണ്ണാടിയിലൂടെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവൻ പിച്ചിയ ഭാഗത്ത് തടവി. വല്ലാതെ കൂർപ്പിച്ച് വന്നാ ഞാനങ്ങ് കടിച്ചെടുക്കും, ജോ കടിക്കും പോലെ ആക്ഷൻ കാണിച്ചുകൊണ്ട് പറഞ്ഞു. ദേവ് വേഗം ചുണ്ട് നേരെ വെച്ചു. ജോ അവളെ തന്നെ നോക്കി നിൽക്കുവാണ്. അവളത് കണ്ടത് കണ്ണാടിയിൽ കൂടി പിരികം പൊക്കി എന്താന്ന് ചോദിച്ചു. അവൻ ചുമൽ കൂച്ച് ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവിടുന്ന് പോന്നു. ദേവ് അവൻ പോയത് നെഞ്ചിൽ കൈവച്ച് നിന്നു. അവൾ കണ്ണാടിയുടെ മുന്നിലേക്ക് നിന്ന് അവൻ കെട്ടിക്കൊടുത്ത് അരഞ്ഞാണം ഒന്നുകൂടെ നോക്കി. സ്കാർട്ട് കുറച്ചുകൂടി മുകളിലേക്ക് പൊക്കി വെക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് പൊക്കിൾ ചുടയിൽ നീല നിറത്തിലുള്ള പാട് കാണുന്നത്. ദൈവമേ, ഇതെപ്പോ? അരഞ്ഞാണം കെട്ടുമ്പോഴേ എൻ്റെ കൺട്രോള് കളഞ്ഞില്ലേ, ജോ വിളിച്ചു പറഞ്ഞു. അവൻ്റെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി. വാതിലിൽ ചിരിച്ചു നിൽക്കുന്ന അവനെ കണ്ടതും അവൾ പല്ല് കടിച്ചു. പോടാ കാരടി. അതും പറഞ്ഞ് പൗഡർ ടിന്നെടുത്ത് അവൻ നേരെ എറിഞ്ഞു. അവൻ ഡോറടിച്ച് അവിടുന്ന് പോയി. ഫംഗ്ഷൻ തുടങ്ങി ആളുകളെല്ലാം വന്നു തുടങ്ങി. എല്ലാവരെയും ഒരു പുഞ്ചിരിയോടെ സ്വീകരിക്കാൻ മഹിയും കണ്ണനും അപ്പുവും മുന്നിൽ തന്നെയുണ്ട്. കല്യാണത്തിന് ക്ഷണിക്കാത്ത ചില അതിഥികൾ കൂടെയുണ്ട്. അതിൽ ജോയുടെ ഫാമിലിയിൽപ്പെട്ട ആളുകളുണ്ട്. എല്ലാവരെയും സ്വീകരിക്കുന്ന ഇടയിലേക്ക് മീരയെ അപ്പു കാണുന്നത്. അവളുടെ കൂടെയുള്ള ആളെ കാണതും അപ്പുവിനെ നെറ്റിച്ചുടിഞ്ഞു. കണ്ണനെ നോക്കി അപ്പു കണ്ണുകൾ കൊണ്ട് സിഗ്നൽ കൊടുത്തതും അവൻ കാണുന്നത് അവനെ നോക്കി ചിരിയോടടുത്തേക്ക് വരുന്ന മീരയാണ്. അവളെ കണ്ടതും അവൻ്റെ മുഖവിനോട് ദേഷ്യം കൊണ്ട് ചുവക്കാൻ തുടങ്ങി. അവൻ്റെ ഭാവമാറ്റം കണ്ട അപ്പുവിന് പേടിയായി. അവൻ ചുറ്റിനും ലച്ചുവിനെ തിരിഞ്ഞു. അപ്പോഴേക്കും എവിടെ നിന്നോ ലച്ചു ഓടിക്കരച്ച് കണ്ണനെ കയ്യിൽ പിടിച്ചിരുന്നു. കണ്ണേട്ടാ, ഇങ്ങ് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. ലച്ചു അവൻ്റെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു. അവനവളുടെ പുറകെ പോയി. അപ്പോൾ നെഞ്ചിൽ കൈവിട്ട് ശ്വാസം എടുത്തു പിടിച്ചു. മഹി അവനെ കണ്ട് നെറ്റിച്ചു പിടിച്ചു. അപ്പോ എന്താടാ, എന്തു പറ്റി? ഒന്നുമില്ല അച്ഛാ. അപ്പോൾ അയാളോട് പെട്ടെന്ന് പറഞ്ഞു. അയാൾ മൂളിക്കൊണ്ട് വീണ്ടും ഗസ്റ്റുകളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. നിക്കി, നീ കണ്ടില്ലേ, അതാണ് ഞാൻ പറഞ്ഞ കക്ഷി. എന്തായാലും കൊള്ളാം. ഐ വാണ്ട് ഹിം. അതിനു വേണ്ടി എന്ത് ചെയ്യാൻ ഞാൻ തയ്യാറാം. അവൾ കണ്ണൻ പോയ വഴിയെ പറഞ്ഞു. നമുക്ക് നോക്കാടി, ഇതിലും വലിയ കൊമ്പന്മാരെ മയക്കാൻ നിനക്ക് കഴിയും. എന്നിട്ടല്ലേ ഇവൻ? നിനക്കതിന് കഴിയും, അതുകൊണ്ടല്ലേ നിന്നെ ഞാൻ കൂട്ടുപിടിച്ചത്. അതൊക്കെ ശരിയാണ്. നീ എനിക്ക് വേണ്ടി ഓഫർ ചെയ്ത ആളെ നേരിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞല്ലേ ഈ പാർട്ടിയിൽ കൊണ്ടുവന്നത്. അവൻ ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. റിലാക്സ് നിക്കി, അവളിവിടെ ഉണ്ടാകും. അവന്മാരുടെ പെങ്ങളാകുമ്പോൾ മെയിൻ അട്രാക്ഷനായിട്ട് ഇവിടെ തന്നെ കാണും. ഇരുവരും ഓരോന്നും പറഞ്ഞ് അവിടെ ഇരുന്നു. ഒപ്പം അവരുടെ പ്ലാനുകൾ എക്സിക്യൂട്ടീവ് ചെയ്യാനുള്ള പദ്ധതികൾ തയ്യാറാക്കി. എന്നാൽ ഇവരെ നിരീക്ഷിച്ച് പകയോടെ 2 ജോഡി കണ്ണുകൾ നിന്നിരുന്നത് അവരറിഞ്ഞിരുന്നില്ല. തൻ്റെ അടുത്ത ഇരയായി അവൻ അവരെ നോക്കി നിന്നു. ലച്ചു കണ്ണനെ വിളിച്ചൊരു ഒഴിഞ്ഞ കോർണറിൽ നിർത്തി. ആരാ മീരയുടെ വീട്ടിൽ ഇൻവിറ്റേഷൻ നൽകിയത്? അവൻ ലച്ചുവിനെ നോക്കി അലറി. ഒന്ന് പതുക്കെ പറയേ, ആരെങ്കിലും കേൾക്കും. ലച്ചു ചെവിയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. നിന്നോട് ചോദിച്ചതിനുള്ള മറുപടി പറ. കണ്ണൻ മുരണ്ടുകൊണ്ട് പറഞ്ഞു. അച്ഛനാ അവരെ ക്ഷണിച്ചത്. എൻ്റെയും മാളുവിനെയും കുടുംബത്തിലേക്ക് പോയി അച്ഛനാ ക്ഷണിച്ചത്. കണ്ണൻ മൂളിക്കൊണ്ട് നടക്കാൻ തിരിഞ്ഞതും ലച്ചുവിൻ്റെ പുറകിൽ കെട്ടിപ്പിടിച്ചു. അവൻ്റെ പുറത്ത് കവിള് ചേർത്തു. ആ നിമിഷം അവൻ്റെ ദേഷ്യം കുറഞ്ഞു. കണ്ണൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. അവൻ ചിരിയോടെ തിരിഞ്ഞ് ലച്ചുവിനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ദേവ് സ്റ്റേജിലേക്ക് ചെന്ന് മൈക്കെടുത്ത് അപ്പുവിന് കൊടുത്തു. അവൻ ചിരിയോടെ അവളുടെ കയ്യിൽ നിന്ന് മൈക്ക് വാങ്ങി. ഗുഡ് ഈവനിങ് ഓൾ. നിങ്ങളെല്ലാവരും കാത്തിരുന്ന് കാണാൻ ആഗ്രഹിച്ച വധൂവരന്മാരെ നമുക്ക് സ്വാഗതം ചെയ്യാം. മിസ്റ്റർ ആൻഡ് മിസ്സിസ് സത്യദേവ്, പ്ലീസ് വെൽക്കം. എല്ലാവരുടെയും നടുവിലൂടെ വരുന്ന ദേവനെയും മഞ്ജുവിനെയും എല്ലാവരും കണ്ണിമ്പ് ചിമ്മാതെ നോക്കി. അത്രയും ഭംഗിയുണ്ടായത് 2 പേരെയും കാണാൻ. ദേവ് സ്റ്റേജിലേക്ക് കയറി അഞ്ജുവിനെ നേരെ കൈ നീട്ടി. അവൾ ചിരിയോടെ അവൻ്റെ കയ്യിലേക്ക് അവളുടെ കൈകൾ വെച്ച് സ്റ്റേജിലേക്ക് കയറി.
അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചെക്കനെയും പെണ്ണിനെയും വിഷ് ചെയ്യണം. ഒപ്പം നിങ്ങളുടെ അനുഗ്രഹവും. ആദ്യത്തെ വിഷ് എൻ്റെ തന്നെ ആയിക്കോട്ടെ. ഹാപ്പി മാരീഡ് ലൈഫ് ബ്രോ ആൻഡ് അഞ്ജൂസ്. പിന്നെ ഇത് ഞങ്ങളുടെ വക ഒരു ചെറിയ ഹണിമൂൺ സമ്മാനം. ആ പൂവിൻ്റെ അടുത്തേക്ക് മാളവും വന്ന് രണ്ടുപേരും അവർക്ക് ആ ടിക്കറ്റ് കൊടുത്തു. അവർ ചിരിയോടെ വാങ്ങി രണ്ടാളെയും കെട്ടിപ്പിടിച്ചു. കണ്ണനും ലച്ചുവും വന്ന് വിഷ് ചെയ്തു. അഞ്ജുവിന് ഡയമണ്ട് നെക്ലേസും ദേവിന് ഒരു ലോറക്സിൻ്റെ ന്യൂ മോഡൽ വാച്ചും കൊടുത്തു. ദേവിന് വാച്ച് ക്രേസാണ്. അപ്പോഴാണ് ജോ അങ്ങോട്ട് വരുന്നത്. അവനെ കടന്ന് ദേവ് വായും തുറന്ന് കണ്ണുകൾ ഇപ്പോൾ പുറത്തു ചാടുന്ന രീതിയിൽ നോക്കി. അത്രയും പൊളി ലുക്കിലായിരുന്നു ചെക്കൻ്റെ വരവ്. ഓ എൻ്റെ മഹാദേവ, ഇങ്ങേർക്ക് ഇത്രയും ഗ്ലാമർ ഉണ്ടായിരുന്നു. കൊച്ചു മനസ്സിൽ പറഞ്ഞ് അവനെ നോക്കി നിന്നു. അവളുടെ നിൽപ്പ് കണ്ട് ചിരിയോടെ അവളുടെ തലക്കൊന്ന് കൊട്ടി ദേവിൻ്റെയും മഞ്ജുവിൻ്റെയും അടുത്തേക്ക് ചെന്ന് വിഷ് ചെയ്തു. അവൻ ദേവിൻ്റെ കയ്യിലേക്ക് ഒരു കീ വെച്ച് കൊടുത്തു. ദേവ് സംശയത്തോടെ അവനെ നോക്കി. ഇത് നിനക്കും ഇവൾക്കും എൻ്റെ ചെറിയൊരു ഗിഫ്റ്റ്. ഇവിടെ സിറ്റിയിലൊരു വില്ല ഞാൻ വാങ്ങി. അതിൻ്റെ തൊട്ടപ്പുറത്ത് നിനക്കുള്ളതും. എന്തിനടാ ഇതൊക്കെ? ദേവ് അവനെ നോക്കി കണ്ണുരുട്ടി ചോദിച്ചു. ഇരിക്കട്ടെ, ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാലോ, ജോ ചിരിയോടെ പറഞ്ഞു. ദേവ് ദേവൻ്റെയും മഞ്ജുവിൻ്റെയും അടുത്തേക്ക് ചെന്നു. അതെ, രണ്ടുപേരും ഗിഫ്റ്റൊക്കെ കിട്ടി സന്തോഷമായിട്ട് ഇരിക്കുമല്ലേ? ഇനി നിങ്ങളുടെ രണ്ടുപേരും ഒരു കപ്പിൾ ഡാൻസ് ആയാലോ? അത് വേണം ദേവുട്ടി. വേണം, വെറുതെ വേണ്ട. ഞാൻ വയലിൻ വായിക്കും, വിഷ്ണുവും ഗംഗയും പാടും, ദേവ് ചിരിയോടെ പറഞ്ഞു. എന്നാ ഒരു കൈ നോക്കാം, അല്ലടി കെട്ടിയോളെ? അഞ്ജുവിനോട് ദേവ് ചിരിയോടെ ചോദിച്ചു. അഞ്ജു തലയാട്ടി. അപ്പോൾ ഗെയ്സ്, നമുക്കിനി ഒരു റൊമാൻറ്റിക് സോങ് കേൾക്കാം. ഒപ്പം നമ്മുടെ കപ്പിൾസിൻ്റെ ഡാൻസും. അപ്പോൾ പറഞ്ഞ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും വയലിൻ ശബ്ദം കേൾക്കാൻ തുടങ്ങി. ദേവ് വയലിൻ വായിച്ചു. വിഷ്ണുവും ഗംഗയും സൂപ്പറായിട്ട് പാടുകയും ചെയ്തു. ആ മനോഹാരിതയിൽ അഞ്ജുവും ദേവും അതിമനോഹരമായ നൃത്തം കാഴ്ചവെച്ച് ആ സായാഹ്നം മനോഹരിതമാക്കി. ഉയർന്ന കയ്യടികൾ അവിടെ ഉയർന്നു. എല്ലാം കഴിഞ്ഞ് മാഹി സ്റ്റേജിൽ കയറി മൈക്ക് എടുത്തു. ഗുഡ് ഈവനിങ് ഓൾ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവർക്കും നന്ദി. ഇന്ന് എൻ്റെ മകൻ്റെ വിവാഹ റിസപ്ഷൻ മാത്രമല്ല ഇവിടെ നടക്കുന്നത്, എൻ്റെ ഒരേ ഒരു മോളുടെ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ കൂടിയാണ്. ചെറുക്കും വേറെ ആരുമില്ല, എൻ്റെ ആത്മസുഹൃത്തിൻ്റെ മകനും കൊച്ചിയിലെ നമ്പർ 1 അഡ്വക്കേറ്റുമായ ഡേവിഡ് ജോൺ സാമുവലാണ്. ജോയെയും ഫാമിലിയെയും ഞാനിങ്ങോട്ട് ക്ഷണിക്കുവാണ്. ജോയും ദേവും ശരിക്കും ഇത് കേട്ട് ഞെട്ടിയിരിക്കുവാണ്. കാരണം അവരോട് ആരും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. രണ്ടും കിളിപ്പോയ പോലുള്ള നൃത്തം കണ്ട് കണ്ണൻ ജോയുടെ അടുത്തേക്ക് ചെന്ന് അവനെ വിളിച്ചു കൊണ്ടുവന്നു. ദേവുവിനെ ദേവും മഞ്ജുവും ചേർത്ത് കൂട്ടിക്കൊണ്ടുവന്നു. ഡേവിഡ് എന്ന് മനോഹരമായി എഴുതിയ മോതിരവും ശ്രീ എന്നെഴുതിയ മറ്റൊരു മോതിരവും താരത്തിൽ വെച്ചുകൊണ്ട് ഇല്ലേച്ചവർക്ക് ഇരുവർക്കും മുന്നിലേക്ക് കൊണ്ടുവന്നു. അപ്പോഴേക്കും അവിടെ മ്യൂസിക് ഓണായി. കണ്ണൻ പാടി ദേവുവിൻ്റെ കൈ ജോയുടെ കയ്യിൽ വെച്ച് കൊടുത്തു. ജോ ചിരിയോട് അവളെ ചേർത്ത് പിടിച്ചു. ദേവനും അപ്പവും ഡാൻസ് കളിച്ചു. ദേവുൻ അവരോടൊപ്പം ചേർത്തു. ഇതെല്ലാം കാണുന്ന സാന്ദ്രയുടെ കണ്ണിൽ ദേവുവിനോടുള്ള പക നിറഞ്ഞു. അവളെ കൊല്ലാനുള്ള ദേഷ്യം അവളിൽ നിറഞ്ഞു. പാട്ട് അവസാനിച്ചതും എല്ലാവരും കൈയടിച്ചു. ആ രാവ് സന്തോഷത്തോടെ അവസാനിച്ചു. ആ രാവിൻ്റെ അവസാനം എറണാകുളം സിറ്റിയിൽ മറ്റൊരു മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ജോയെ അവിടെ കണ്ടത് നിക്കി മീരിയോട് പറഞ്ഞ് അവിടുന്ന് പോയിരുന്നു. എങ്കിലും അവൻ്റെ ഉള്ളിൽ ദേവുവിനെ എങ്ങനെയെങ്കിലും അവൻ്റെ ആഗ്രഹത്തിന് ലഭിക്കണമെന്നുണ്ടായിരുന്നു. അതിനുള്ളൊരു വഴി അവൻ്റെ മുന്നിൽ അവൻ ലഭിക്കുകയും ചെയ്തു. നഗരത്തിൻ്റെ ഓടയിൽ നിന്നും ഒരു ശവശരീരം കണ്ടതായി ഓട വൃത്തിയാക്കുന്നവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാരുടെ സഹായത്തിൽ ആ ബോഡി പുറത്തെടുത്തു കൊണ്ടിരിക്കുകയാണിപ്പോൾ. മരിച്ചു കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്നിട്ടതാണെന്നാണ് പോലീസ് നിഗമനം. ഹലോ സാർ. ആ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ബോഡി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മീഡിയ മൊത്തം വളഞ്ഞിരിക്കുകയാണ്. ഒപ്പം ആളുകൾ വല്ലാതെ വയലൻസ് ആയിരിക്കുകയാണ്. ആ ഓക്കെ സാർ. റിസപ്ഷൻ കഴിഞ്ഞ് പിറ്റേന്ന് എല്ലാവരും വീട്ടിലേക്ക് വന്നു. തറവാട്ടിലുള്ളവരെല്ലാം തിരിച്ച് തറവാട്ടിലേക്ക് പോയി. ജോയും ഫാമിലിയും അവരുടെ വില്ലയിലേക്ക് പോയി. ലച്ചു അഞ്ജുവിന് വിളക്ക് കൊടുത്തു. അത് വാങ്ങി അഞ്ജു വലതുകാൽ വെച്ച് വീട്ടിലേക്ക് കയറി. ദേവൻ പെട്ടെന്ന് റൂമിലേക്ക് പോയി. കൂടെ അഞ്ജുവും. യൂണിഫോം മാറി അവൻ ഓഫീസിലേക്ക് പോകാൻ റെഡിയായി. അഞ്ജവന് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു കൊടുത്തു. അമ്മൂസേ, തിരക്കായത് കൊണ്ടാണ് പോകുന്നത്. വൈകുന്നേരം നേരത്തെ വരാൻ പറ്റുമെന്ന് അറിയില്ല, എങ്കിലും ശ്രമിക്കാം, ദേവൻ അവളോട് പറഞ്ഞു. അഞ്ജു ചിരിച്ചുകൊണ്ട് അവൻ്റെ കവളിൽ ഒരു ഉമ്മ കൊടുത്തു. എനിക്കറിയാം പോലീസേ, എൻ്റെ ചെക്കൻ എന്നെക്കുറിച്ച് ടെൻഷനാകേണ്ട. ലേറ്റ് ആകാതെ വേഗം ഡ്യൂട്ടിക്ക് പോകാൻ നോക്ക്, അഞ്ജു ചിരിയോടെ പറഞ്ഞു. ദേവൻ അവളുടെ നെറ്റിയിലൊന്ന് മുത്തി. നീ ഇതാനടി ഉണ്മയാനെ പൊണ്ടാട്ടി. ദേവൻ അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് റൂമിൽ നിന്നിറങ്ങി. കൂടെ അഞ്ജുവും അവൻ്റെ ഒപ്പം പോയി. എല്ലാവരോടും പറഞ്ഞ് ദേവൻ ഓഫീസിലേക്ക് പോയി. ദേവൻ പോയതും അഞ്ജു അകത്തേക്ക് കയറി. അപ്പോഴാണ് സോഫയിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന ദേവുവിനെ അഞ്ജു കാണുന്നത്. അവൾ ചിരിയോട് അവളുടെ അടുത്തേക്ക് ചെന്നു. ഡി ദേവുസേ, കോളേജിൽ പോകണ്ടേ? എഴുന്നേൽക്ക്. ഞാനില്ല, എനിക്ക് ഉറക്കം വരുന്നു.
ഡേയ് നിന്റെ കരടി. അയ്യോ എവിടെ? ദേവു ചാടി എഴുന്നേറ്റ് കൊണ്ട് ചോദിച്ചു. അത് കണ്ട് അഞ്ചു ചിരിച്ചു. എടി ദുഷ്ടേ. അഞ്ജുവിനെ അവൾ ഓടിച്ചു. അഞ്ചു വേഗം അച്ഛൻ്റെ അടുത്തേക്ക് പോയി. മാഹി ചിരിച്ച് അഞ്ജുവിനെ ചേർത്ത് പിടിച്ചു. ദേ അച്ഛോ, അവളെ കൊണ്ട് പറഞ്ഞു വിട്. എന്താ അഞ്ചു മോളെ പ്രശ്നം? ഇവളവിടെ കിടന്ന് ഉറക്കം തൂങ്ങുമായിരുന്നല്ലോ, പിന്നെ എങ്ങനെ ഇവിടെ ഉറക്കം പോയത്? മാഹി അഞ്ജുവിനോട് ചോദിച്ചു. അതച്ചാ, ഞാൻ ജോച്ചായെന്ന് പറഞ്ഞു, അപ്പോഴേക്കും അവൾ ചാടി എഴുന്നേറ്റു. ആഹാ, ഇവൾക്ക് ഇത്രയും പേടിയോ? എനിക്കിനി ചത്താലും പേടില്ല. അപ്പോൾ ഡ്രസ്സുമാരെ അങ്ങോട്ട് വന്ന് പറഞ്ഞു. ആണോ? ഞ ദേവപ്പനെ നോക്കി കൊഞ്ഞനെ കൂട്ടി അവിടുന്ന് റൂമിലേക്ക് പോയി. നിങ്ങൾ കോളേജിൽ പോകുന്നില്ലേ? കണ്ണൻ അഞ്ജുവിനോട് ചോദിച്ചു. ഇല്ലേട്ടാ, ഇന്ന് എന്തായാലും ദേവ് വരും തോന്നുന്നില്ല, അതുകൊണ്ട് ഞാനും പോകുന്നില്ല. എന്തായാലും നടക്കട്ടെ, ശീലാക്കണ്ട, കണ്ണൻ ഗൗരവത്തിൽ പറഞ്ഞു. ഇല്ലേട്ടാ. അതും പറഞ്ഞ് അഞ്ചു അടുക്കളയിലേക്ക് പോയി. അവിടെ ലച്ചുവിൻ്റെയും മാളുവിൻ്റെയും കൂടെ ഭക്ഷണം റെഡിയാക്കാൻ സഹായിച്ചു. ഫുഡുണ്ടാക്കൽ കഴിഞ്ഞ് ഭക്ഷണമെല്ലാം ടേബിളിൽ എടുത്ത് വെച്ചു. കണ്ണനും അപ്പവും മഹിയും ഒരുമിച്ച് കഴിച്ച് അവിടെ ജോലിക്ക് പോയി. ദേവുവിനെ വിളിച്ച് 4 പേര് ഇരുന്ന് ഫുഡ് കഴിച്ചു. ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞ് 4 പേരിരുന്ന് കത്തി വെച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് മാള് കിടക്കാൻ പോയി. ലച്ചു കുഞ്ഞനെ ഉറക്കാനും പോയി. അഞ്ചു അമ്മക്ക് ഫോൺ ചെയ്യാൻ. ദേവു ഹാളിൽ TV കണ്ടിരുന്നു. അപ്പോഴാണ് അവളുടെ ഫോൺ ബെല്ലടിക്കുന്നത് അവൾ ശ്രദ്ധിച്ചത്. അവൾ ഫോണെടുത്ത് നോക്കിയതും ഡിസ്പ്ലേയിലെ പേര് കണ്ട് അവളുടെ ചുണ്ടിൽ ചിരി വിടുന്നു. ഡേവിച്ചൻ. ഹലോ. 5 മിനിറ്റ് തരും, അതിനുള്ളിൽ റെഡിയായി പുറത്തേക്ക് വാ. ഹലോ. അപ്പോഴേക്ക് ഫോണ് കട്ടായി. കരടി. അവൾ അതും പറഞ്ഞ് റൂമിലേക്ക് പോയി റെഡിയായി ലച്ചുവിനോട് പറഞ്ഞ് ഗേറ്റിൻ്റെ അടുത്തേക്ക് ചെന്നു. ഗേറ്റിൻ്റെ മുന്നിൽ കാർ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടതും അവൾ അവനെ നോക്കി ചിരിച്ചു. എന്നാൽ അവൻ്റെ മുഖം ഗൗരവത്തിലായിരുന്നു. എൻ്റെ മഹാദേവ, ഇന്നലെ രാത്രിയിൽ കാണുമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ പറ്റില്ലെന്ന് പറഞ്ഞതിനാണോ? അവൾ മനസ്സിൽ പറഞ്ഞ് അവനെ നോക്കി. അവൻ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുവാണ്.